ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ രാശിക്കാരെ ധനത്താൽ മൂടും. ഭാഗ്യം അത്ഭുതങ്ങൾ കാണിക്കും. ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് വമ്പൻ നേട്ടങ്ങളാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന എല്ലാവിധ സാമ്പത്തിക പ്രശ്നങ്ങളും ഈ നേരത്ത് പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ഇനി നടക്കുവാൻ പോകുന്നു. ജോലിയില്ലാത്ത നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഈ സമയം മൊത്തത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി മാറുവാൻ പോകുന്നു. ജൂൺ 15 ശനിയാഴ്ച മിഥുനം 1 മുതൽ ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് കോടീശ്വര യോഗമാണ്. ഈ മിഥുനമാസം മുതൽ ചില നക്ഷത്രക്കാർക്ക് നല്ല കാലമാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനു ശേഷം ആദ്യമായിട്ടാണ് ഈ സൗഭാഗ്യം വന്നെത്തുന്നത്. അതായത് ഈ വരുന്ന ശനിയാഴ്ച ജൂൺ 15-നാണ് മിഥുനം 1-ാം തീയതി. ഈ മിഥുന മാസത്തോടുകൂടി 8 രാശികളിലായി വരുന്ന 20 നക്ഷത്രക്കാർക്ക് നല്ല കാലമാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നുചേരും. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വരുന്ന ഏറ്റവും നല്ല സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതിൽ 3 നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗവും വന്നുചേരും. ഇത് കോടി ലഭിക്കും എന്നല്ല, സാമ്പത്തിക ലാഭം ഉണ്ടാകും എന്നതാണ്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇതിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം കർക്കിടകം രാശിക്കാരാണ്. കർക്കിടക രാശിയിൽപ്പെടുന്ന പുണർതം കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാർ ഈ സൗഭാഗ്യത്തിൽ വന്നു ചേരുന്നു. ഇവരുടെ ധനസ്ഥാനത്താണ് വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളത്. ഇതുപോലെ തന്നെ കർമ്മസ്ഥാനത്തും ആയതിനാൽ സമ്പത്തിലും ജോലിയിലും നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച സമ്മാനിക്കും. ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സമൃദ്ധിയും സന്തോഷവും അലയടിക്കുവാൻ പോകുന്നു. വൻ സമ്പത്ത് നിങ്ങളെ തേടി വരികയും ചെയ്യും. ഇതിനു മുമ്പ് ചെയ്ത പ്രവൃത്തി കാരണമോ ഇഷ്ടദാന രൂപത്തിലോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ പൂർവിക സ്വത്തായോ വന്നു ചേരും. നല്ല ഉന്മേഷത്തോടുകൂടിയും ഉണർവോടുകൂടിയും പ്രവർത്തിച്ച് സാമൂഹികപരമായി ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം, ഉയർച്ച, തൊഴിലിൽ വളരെയധികം നേട്ടം എന്നിവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ മേലധികാരിയുമായി യോജിച്ചു പോകുവാൻ സാധിക്കും. IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും വളരെയധികം ഗുണപ്രദമാണ്. വളരെയധികം സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്നും ലാഭം എന്നിവ വന്നു ചേരും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായ ചെലവുകൾ അല്പം നിയന്ത്രിക്കുകയും ചെയ്യുക. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. കർക്കിടക രാശിക്കാർക്ക് വന്നു ചേരുന്ന കഷ്ടതകൾ അകലുവാൻ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക. തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ധനുരാശിക്കാരായ ഇവർക്ക് മിഥുനം 10 മുതൽ പുതിയ ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെടാം. നിങ്ങളുടെ മുടങ്ങിക്കിടന്നിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനും സാധിക്കും. തുടക്കത്തിൽ ധനം അല്പം ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ അഭിവൃദ്ധിപ്പെടുന്നതാണ്. വിദേശ വിനിമയ ധനമിടപാടുകൾ, ചിട്ടി, സ്റ്റോക്ക് മാർക്കറ്റ് വഴിയാകാം. വിദ്യാർത്ഥികൾക്ക് ഉന്നത സ്ഥാനമാനങ്ങളും സമ്മാനങ്ങളും ലഭിക്കും. സ്ഥിരമായ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾക്ക് ഇരട്ടിയിൽ അധികം ഗുണം ചെയ്യുന്ന ദിവസങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ജോലി തേടുന്ന ആളുകൾക്ക് ജോലി ലഭിക്കും. ക്രയവിക്രയങ്ങൾ നടന്നു കിട്ടുകയും ചെയ്യും. അപ്രതീക്ഷിതമായ ധനാഗമം ഉണ്ടാകുമെങ്കിലും ചെലവുകൾ വന്നു ചേരുന്നതാണ്. അനാവശ്യമായ ചെലവുകൾ നിങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം അല്പം നേരിടുന്നതാണ്. ദാമ്പത്യ സൗഖ്യം കുറയും. ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയും വന്നു ചേരും. അമ്മയുമായി നിങ്ങൾക്ക് നല്ല ബന്ധം പുലർത്തുവാൻ സാധിക്കുന്നതാണ്.
ഉദ്യോഗാർത്ഥികൾക്ക് കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ലാഭ വർധനവ് വളരെയധികം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. വിവാഹ കാര്യങ്ങൾ തീരുമാനമെടുക്കുവാൻ കാലതാമസം നേരിടുന്നതാണ്. ദാമ്പത്യ സൗഖ്യവും നിങ്ങൾക്ക് വന്നുചേരും. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനായി ധനച്ചെലവുകൾ ഉണ്ടാകുന്നതാണ്. ഈ രാശിക്കാർക്ക് ഉറക്കക്കുറവ്, ശാരീരിക ആശ്വാസങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. കുടുംബ സ്വത്ത് ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ടാക്കും. നിങ്ങൾക്ക് വന്നുചേരുന്ന കഷ്ടതകൾ അകറ്റുവാൻ മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്താർച്ചന ചെയ്യേണ്ടതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം കാൽഭാഗം. ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് വളരെയധികം സൗഭാഗ്യങ്ങളാണ്. ഇത്തരക്കാർ ആരോഗ്യ കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാം. ഇക്കാര്യത്തിൽ കൂടുതൽ കരുതൽ എടുക്കേണ്ടതാണ്. നിങ്ങളുടെ സാമ്പത്തിക നില വളരെയധികം മെച്ചപ്പെടും. ജോലി സ്ഥലത്തു നിന്നും നല്ല സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെയധികം നല്ല ദിവസങ്ങളാണ് വന്നെത്തുന്നത്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വളരെയധികം സമാധാനം ലഭിക്കും. തുടങ്ങിവെച്ച സംരംഭങ്ങളിൽ നിന്നും വരുമാനം, വിദേശയാത്ര, പരീക്ഷാ വിജയം എന്നിവ വന്നുചേരുന്നതാണ്. പൊതുസമൂഹത്തിൽ നിങ്ങൾക്ക് വളരെയധികം മാന്യതയും സ്വീകാര്യതയും ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടും. സർക്കാർ ഇടപാടുകളിൽ ഗുണപ്രദമായിരിക്കും. നിങ്ങളുടെ ശത്രുശല്യം വളരെയധികം കുറയും. ബിസിനസ്സിൽ വമ്പൻ പുരോഗതിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വിദേശ വിപണനവും സാധ്യമാകും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ധനച്ചെലവുകളിൽ നിയന്ത്രണം അത്യാവശ്യമായ ഒരു സമയം കൂടിയാണ്. വിവാഹ കാര്യങ്ങൾക്ക് അല്പം തടസ്സം നേരിടും. നിങ്ങളുടെ എതിർ ലിംഗത്തിൽപ്പെട്ട ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപവാദങ്ങൾ കേൾക്കാൻ ഇടയുണ്ട്. നിങ്ങളുടെ കുടുംബസ്വത്ത് ചില അസ്വാരസ്യങ്ങൾക്ക് വഴിയൊരുക്കും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മുറിവ്, വീഴ്ച എന്നിവ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഈ രാശിക്കാരായ ആളുകൾക്ക് വന്നു ചേരുന്ന കഷ്ടതകൾ അകറ്റുവാൻ മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിക്കുന്നത് മൂലം കഷ്ടതകൾ ഒഴിഞ്ഞുമാറി വളരെയധികം സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി. ഇവർക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഏറെ അനുകൂലമാകുന്ന സമയമാണ്. അനാവശ്യമായ ആദി ഉപേക്ഷിക്കുക. നിങ്ങളുടെ എതിരാളികൾ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ ശക്തി കാരണം ഇതെല്ലാം മറികടക്കുവാൻ സാധിക്കുന്നതാണ്. വളരെയധികം സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ഈ സമയം കൈവരിക്കുവാൻ സാധിക്കും. പുതിയ പുതിയ ബന്ധങ്ങൾ വന്നുചേരും. വിദ്യാഭ്യാസ മേഖലയിലുള്ള ആളുകൾക്ക് വിദേശത്ത് പഠിക്കുവാനുള്ള യോഗം വന്നുചേരും. ദാമ്പത്യത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ പ്രണയിതാക്കളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. തീർത്ഥാടന യാത്രകൾക്കും സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സഹപ്രവർത്തകരുമായി യോജിച്ചു പോകുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഭാഗ്യാനുകൂല്യങ്ങൾ വളരെയധികം വർദ്ധിക്കും. ബിസിനസ്സിലും വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റ്, ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഗുണപ്രദമായിരിക്കും. കന്നി രാശിക്കാരായ ആളുകൾക്ക് പേശിവേദനയും ഉദര സംബന്ധമായ ക്ലേശങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. നിങ്ങൾക്ക് വന്നു ചേരുന്ന കഷ്ടതകളെല്ലാം ഒഴിഞ്ഞു പോകുവാൻ മഹാവിഷ്ണുവിന് നെയ്വിളക്ക് സമർപ്പിക്കുക. തന്മൂലം ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട. ഈ രാശിക്കാരായ ആളുകളെ കാത്തിരിക്കുന്നത് വളരെയധികം സന്തോഷവും സമ്പൽ സമൃദ്ധിയുമാണ്.
നിങ്ങളുടെ കർമ്മ മേഖല കാരണം വളരെയധികം ധനം ലഭിക്കും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതാകും. പ്രണയിക്കുന്ന ആളുകൾക്ക് വിവാഹത്തിലെത്തുവാനുള്ള യോഗം വന്നുചേരും. പങ്കാളികൾക്കിടയിൽ ആകർഷണം വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് കുടുംബസമേതം ഹ്രസ്വദൂര യാത്രകൾ നടത്തുവാനുള്ള യോഗമുണ്ട്. കച്ചവടം, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ ജോലി ചെയ്യുന്ന ആളുകളെ വളരെയധികം സാമ്പത്തിക നേട്ടത്തിലെത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് പല സ്രോതസ്സുകളിൽ നിന്നും ധന നേട്ടമുണ്ടാകും. ദൈനംദിന വരുമാനം വളരെയധികം വർദ്ധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതാണ്. സംയോജിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ബിസിനസ്സിൽ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതാണ്. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാനും സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെയധികം ആത്മവിശ്വാസം അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. വിവാഹ കാര്യങ്ങൾ നോക്കുന്ന ആളുകൾക്ക് തീരുമാനം ആകുവാൻ ഇടയുണ്ട്. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം. നിങ്ങളുടെ അച്ഛൻ്റെ ആരോഗ്യ കാര്യത്തിലും അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വന്നു ചേരുന്ന കഷ്ടതകളൊക്കെ അകന്നു പോകുവാൻ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക. വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം അവിട്ടം, ആറ്റുപകുതി. ഈ രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. നിങ്ങൾക്ക് ജോലിയിൽ വിചാരിച്ച ഉയർച്ചയും ഫലവും ലഭിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വന്നു ചേരുന്നതാണ്. ക്രയ വിക്രയങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ചെറിയ പ്രശ്നമുണ്ടാക്കുമെങ്കിലും പിന്നീട് അത് എല്ലാം നേരെയാകും. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ അപാകതകളും പരിഹരിച്ച് പുതിയ പ്രൊജക്റ്റുകൾ നിങ്ങളുടെ സഹപ്രവർത്തകർക്കൊപ്പം ആരംഭിക്കുവാനും സാധിക്കും. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കുന്ന ഒരു സമയമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇട നൽകരുത്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് നിങ്ങളുടെ ബിസിനസ് വിപുലീകരിച്ച് വലിയ രീതിയിലുള്ള ധന നേട്ടം സാധ്യമാക്കുവാൻ സാധിക്കും. വിദേശ വിപണനം വളരെയധികം ഗുണപരമാകുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്കും മികച്ച സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ബന്ധുക്കളുമായി യോജിച്ചു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വളരെയധികം ഗുണപ്രദമാകുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും. നിങ്ങളുടെ അമ്മയുടെയോ സന്താനങ്ങളുടെയോ ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വന്നു ചേരുന്ന നിങ്ങളുടെ കഷ്ടതകളെല്ലാം അകന്നു മാറുവാൻ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം ചെയ്യുക. തന്മൂലം ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം ആദ്യ പകുതി, ചതയം പോരുരുട്ടാതി മുക്കാൽ. ഈ രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ സമ്മാനിക്കും. നിങ്ങളുടെ കർമ്മ മേഖലയിലെ തടസ്സങ്ങളെല്ലാം മാറി വളരെയധികം ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ചുറ്റും ഭാഗ്യം മാറി മറിയുകയും ചെയ്യും. നല്ല പുരോഗതി നേടുവാനുള്ള സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. സാമ്പത്തികമായും ആരോഗ്യപരമായും വളരെയധികം ഗുണകരമാകും. നിങ്ങളുടെ മുൻകാലങ്ങളിലെ ചില തീരുമാനങ്ങളിൽ കുടുംബക്കാരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്ന ആളുകൾക്ക് മികച്ച ഫലം ലഭിക്കുകയും ചെയ്യും. ഉയർന്ന സ്ഥാനമാനങ്ങൾ കിട്ടും. നിങ്ങളുടെ സാമ്പത്തിക നില വളരെയധികം മെച്ചപ്പെടും. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ ജീവിതത്തിൽ വളരെയധികം സന്തോഷം വന്നുചേരും. മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുവാൻ അല്പം ഇടയുണ്ട്. ആഹാര ക്രമീകരണങ്ങളും യോഗ പോലുള്ള ശീലമാക്കുന്നത് വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമാകുന്നതാണ്. നേത്ര സംബന്ധമായ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിങ്ങൾക്ക് വന്നു ചേരുന്ന കഷ്ടതകളെല്ലാം ഒഴിഞ്ഞു പോകുവാൻ ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുക.
തന്മൂലം ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ ഈശ്വര കടാക്ഷത്താൽ വന്നുചേരും. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി രേവതി. നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെയധികം സൗഭാഗ്യം നിറഞ്ഞ ദിവസങ്ങളാണ്. ദാമ്പത്യം അത്ര നല്ലതാകില്ല എങ്കിലും ചൊവ്വ ശനി ദൃഷ്ടി കാരണമാണ് ഇവ വന്നു ചേരുന്നത്. പങ്കാളിയുമായി അല്പം സ്വരച്ചേർച്ച ഉണ്ടാകുവാനും ഇടവരും. എന്നാൽ ഇത് ഈ മാസം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ഇത് നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലുള്ള ഒരു ധനയോഗമാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പേരും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുന്നതാണ്. മറ്റുള്ളവരുടെ സഹായം ഏത് കാര്യത്തിലും വന്നുചേരും. അപ്രതീക്ഷിതമായ ധനാഗമം ഉണ്ടാകുമെങ്കിലും ധനച്ചെലവുകളും അതുപോലെ തന്നെ വന്നുചേരുന്നതാണ്. ആത്മീയ യാത്രകൾ, വിവാഹ കാര്യങ്ങൾ എന്നിവയെല്ലാം തീരുമാനമാകും. ഉദ്യോഗാർത്ഥികളായ ആളുകൾക്ക് നിങ്ങളുടെ കഠിന പ്രയത്നത്താൽ ഫലം കാണുവാൻ സാധിക്കും. വിദ്യാർത്ഥികളായ ആളുകൾ എല്ലാ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. നിങ്ങളുടെ അമ്മയുടെയും പങ്കാളിയുടെയും ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. നിങ്ങളുടെ മാനസിക പിരിമുറുക്കം അല്പം വർദ്ധിക്കുന്നതാണ്. വന്നു ചേരുന്ന കഷ്ടതകളെല്ലാം ഒഴിഞ്ഞു മാറുവാനായി ശാസ്താവിന് എള്ള് പായസം, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവിധ കഷ്ടതകളും ഒഴിഞ്ഞു മാറുന്നതാണ്. കോടീശ്വര യോഗം തേടിയെത്തുന്നത് 3 നക്ഷത്രക്കാർക്കാണ്. മൂലം, പൂരാടം, ഉത്രാടം. ഇവർക്ക് സാമ്പത്തികമായി ഏറെ ഉയർച്ചയാണ് സമ്മാനിക്കുന്നത്. ക്ഷേത്ര ദർശനം നടത്തുന്നവർ നവഗ്രഹ ക്ഷേത്ര ദർശനം കൂടി നടത്തുന്നത് ജീവിതത്തിൽ വളരെയധികം വിജയം കൈവരിക്കുവാൻ സാധിക്കും. ഇത് നിങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ തീർക്കുവാൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഗ്രഹദോഷങ്ങൾ മാറുന്നത് തടസ്സങ്ങൾക്ക് പരിഹാരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.